ചിലർക്ക് എത്ര ഉറങ്ങിയാലും അവരുടെ ക്ഷീണം മാറാറില്ല. ചിലർക്കാണെങ്കിൽ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? സോ ഹായ്, ഞാൻ അക്ഷയ് ആൻഡ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് സ്ലീപ്പ്. ചാപ്റ്റർ 1 സ്ലീപ്പ് സ്റ്റേജസ്. ഉറക്കത്തെ 4 സ്റ്റേജസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 90 തൊട്ട് 120 മിനിറ്റ് ആണ് ഇതിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ. ആൻഡ് ഓരോ ഉറക്കത്തിൽ ഇത് 4 തൊട്ട് 5 തവണയെങ്കിലും നടക്കും. ഇതിൽ സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2 ഇത് രണ്ടും ലൈറ്റ് സ്ലീപ്പ് സ്റ്റേജസ് ആണ്. നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ 2 സ്റ്റേജുകളിലാണ് നമ്മൾ പയ്യെ ഉറക്കത്തിലോട്ട് പോകുന്നത്. ആൻഡ് ഇവിടെ നമ്മുടെ ഹാർട്ട് റേറ്റും ബ്രീത്തിങ്ങും സ്ലോ ആകും, ബോഡി ടെമ്പറേച്ചർ കുറയും, ചിലപ്പോൾ മസിൽ ട്വിച്ചസും ഉണ്ടായേക്കാം. അടുത്തത് 3rd സ്റ്റേജ് ആൻഡ് 4th സ്റ്റേജ്. ഇത് രണ്ടുമാണ് ഡീപ് സ്ലീപ്പ് സ്റ്റേജസ്. ഇതിൽ 3rd സ്റ്റേജ് ആണ് ഡെൽറ്റ സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. സ്റ്റേജ് 4 REM സ്ലീപ്പ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്, അതായത് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. ഇവിടെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ആൻഡ് ഈ സ്റ്റേജിൽ നമ്മൾ പാരലൈസ്ഡ് ആയിരിക്കും ഡ്യൂ ടു സം കെമിക്കൽസ് റിലീസ്ഡ് ബൈ അവർ ബോഡി. സോ ഈ 4 സ്റ്റേജസിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങിയാലും നമ്മുടെ ക്ഷീണം മാറാൻ പോകുന്നില്ല. എന്തായിരിക്കും ഈ ഒരു ഡിസ്റ്റർബൻസ്? ചാപ്റ്റർ 2 ഡിസ്റ്റർബൻസസ്. സമയം തെറ്റിയുള്ള ഉറക്കശീലം. ഇത് നമ്മുടെ ബ്രെയിനിനെ നല്ലപോലെ ബാധിക്കും. മെലറ്റോണിൻ റിലീസ് ചെയ്യുന്ന കാര്യത്തിൽ ബ്രെയിനിന് കൺഫ്യൂഷൻ ഉണ്ടാവും. ലൈറ്റ് എക്സ്പോഷർ ആൻഡ് സ്ക്രീൻ ടൈം, ഫോൺ, LED ബൾബ്, TV ഇതിൽ നിന്നുമെല്ലാം ഉണ്ടാവുന്ന ബ്ലൂ ലൈറ്റ് നമ്മുടെ മെലറ്റോണിനെ സപ്രസ് ചെയ്യും. സോ ഇത് REM സ്ലീപ്പിനെ ഡിലേ ചെയ്യും. റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡോപ്പമിനും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഹെവി മീൽസ് ആൻഡ് ആൽക്കഹോൾ. മദ്യപിക്കുമ്പോൾ ബോധം പോകുമെങ്കിലും ഇത് REM സ്ലീപ്പിനെ നല്ലപോലെ ബാധിക്കും. അതുകൊണ്ടാണ് രാവിലെ എണീക്കുമ്പോൾ നല്ല ക്ഷീണം തോന്നുന്നത്. സ്ട്രെസ് ആൻഡ് ഓവർ തിങ്കിങ്. ഇതിലൂടെ ഉണ്ടാവുന്ന ഹൈ കോർട്ടിസോൾ ലെവൽസ് മെലറ്റോണിനെ ബാധിക്കും. സോ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അൾട്ടിമേറ്റ്ലി ബാധിക്കുന്നത് നമ്മുടെ REM സ്ലീപ്പിനെയാണ്. 8 മണിക്കൂർ ഇത്തരത്തിൽ ക്വാളിറ്റി ഇല്ലാത്ത ഉറക്കം കിട്ടിയാലും അടുത്ത ദിവസം ക്ഷീണം നമ്മളെ വിട്ട് മാറാൻ പോകുന്നില്ല. സോ ഇത് എങ്ങനെ പരിഹരിക്കും? ചാപ്റ്റർ 3 റീസ്റ്റോറിംഗ് ക്വാളിറ്റി സ്ലീപ്പ്. ഒരു സ്ലീപ്പ് ഷെഡ്യൂൾ നിങ്ങൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, 10 മണിക്ക് ഉറങ്ങി 6 മണിക്ക് എണീക്കുന്നത് നിങ്ങളൊരു ശീലമാക്കിയാൽ അത് എല്ലാ ദിവസവും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഈവൻ വീക്കെൻഡ്സിൽ പോലും ഇത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സർക്കേഡിയൻ റിതം സ്ട്രോങ് ആകും. നിങ്ങൾ ഉറങ്ങേണ്ട ടൈം ആകുമ്പോൾ ബ്രെയിൻ മെലറ്റോണിൻ റിലീസ് ചെയ്ത് നിങ്ങളെ ഉറക്കും. എഴുന്നേൽക്കേണ്ട ടൈം ആകുമ്പോൾ മെലറ്റോണിൻ റിലീസ് താനെ സ്റ്റോപ്പായി ഒരു ക്ഷീണവുമില്ലാതെ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കും. ഫോളോ 90 മിനിറ്റ്സ് റൂൾ. നമ്മുടെ ഒരു സ്ലീപ്പ് സൈക്കിളിന് 90 തൊട്ട് 120 മിനിറ്റ് വരെയാണ് ദൈർഘ്യം എന്നുള്ള കാര്യം ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു. സോ ഒരു സ്ലീപ്പ് സൈക്കിളിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അലാം സെറ്റ് ചെയ്യുമ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുന്ന പോലെ വെക്കാൻ ശ്രമിക്കുക. അതായത് 4.5 മണിക്കൂറാണെങ്കിൽ നിങ്ങൾക്ക് 3 സൈക്കിൾ പൂർണ്ണമായും കിട്ടും. 6 മണിക്കൂറിന് 4 സൈക്കിൾ, 7.5 മണിക്കൂറിന് 5 സൈക്കിൾ. അടുത്തത് 3-2-1 മെത്തേഡ്. ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുന്നേ ഹെവി മീൽസ് ഒഴിവാക്കുക. 2 മണിക്കൂർ മുന്നേ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടി ജോലി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. 1 മണിക്കൂർ മുന്നേ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. ഫോൺ ഉപയോഗിക്കുന്നതിന് പകരം ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ നിങ്ങൾ ഇത് ചെയ്യാൻ ശ്രമിക്കുക. സ്ട്രെച്ചിങ്, ജേർണലിംഗ്, മെഡിറ്റേഷൻ. ജേർണലിംഗ് ചെയ്യുന്നതിലൂടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഓർത്തിട്ടുള്ള ടെൻഷൻ അഥവാ സ്ട്രെസ് അത് നല്ലപോലെ കുറഞ്ഞു കിട്ടും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫോൺ എടുക്കുന്നതിന് പകരം നിങ്ങൾ ബാൽക്കണിയിലോട്ട് പോയി സൺലൈറ്റ് കൊള്ളാൻ ശ്രമിക്കുക. കാരണം ഇത് നല്ല ഫ്രഷ്നെസ് നമുക്ക് തരും. ഫോൺ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും നമ്മൾ റീൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡോപ്പമിൻ നല്ലപോലെ ക്ഷീണവും മടിയും ഒക്കെ നമ്മളിൽ ഉണ്ടാക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യമാണ് കഫീൻ ടൈമിംഗ്. 3 മണിക്ക് ശേഷം കോഫി കുടിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 തൊട്ട് 8 മണിക്കൂർ ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. ഇൻ കേസ് ലേറ്റ് ആയിട്ട് കോഫി കുടിച്ചിട്ട് നിങ്ങൾ ഉറങ്ങിയാലും 30% ഇത് നമ്മുടെ ഡീപ് സ്ലീപ്പിനെ ബാധിക്കും. അടുത്തത് ലോ മഗ്നീഷ്യം. മഗ്നീഷ്യത്തിന്റെ കുറവ് നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റിയെ ബാധിക്കാൻ നല്ല സാധ്യതയുണ്ട്. മഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് ആണ് ബെസ്റ്റ് ഫോം ഓഫ് മഗ്നീഷ്യം ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഗുഡ് അബ്സോർപ്ഷൻ. സോ നിങ്ങൾക്ക് മഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് സപ്ലിമെന്റ് കൺസിഡർ ചെയ്യാവുന്നതാണ്, ബട്ട് ഓൾവേസ് കൺസൾട്ട് എ ഡോക്ടർ. സോ ഒത്തിരി മണിക്കൂർ കിടന്നുറങ്ങുന്നതിലല്ല കാര്യം, എത്ര മണിക്കൂർ എഫക്റ്റീവായി ഉറങ്ങാൻ സാധിക്കുന്നു എന്നതിലാണ്. അലാം അടിക്കുന്നതിന് മുന്നേ നല്ല ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഉറങ്ങിയെന്നാണ്, എഫക്റ്റീവായി.